ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമുക്കിന്ന് ഹിസ്റ്ററിയിലെ കുറച്ചധികം പ്രീവൈക്യു ക്വസ്റ്റ്യൻസുകൾ നോക്കാം. അപ്പോൾ പ്രീവൈക്യു എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേൾഡ് ഹിസ്റ്ററി പഠിക്കണം, അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം, കേരള ഹിസ്റ്ററി പഠിക്കണം. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ മിക്കവാറും മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുമ്പോൾ വിപ്ലവങ്ങളാണ്. അതായത് റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ഇതൊക്കെ നമ്മളവിടെ പഠിക്കണം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അവിടെ നിന്നാണ്. പിന്നെ അതുകൂടാതെ സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിനുശേഷമുള്ള ആ ഒരു കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് അവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നോക്കിക്കോളാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏത് എന്നാണ് ചോദിക്കുന്നത്. സഖ്യത്തിൽ ഉൾപ്പെടാത്തവ എന്ന് പറയുമ്പോൾ അവിടെ ഏതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരിക? 1ഉം 3ഉമാണ് അല്ലെ. 1ഉം 3ഉമാണ് അവിടെ വരുന്നത്. ജപ്പാൻ, ജർമ്മനി. ഇത് ഏതിൽ വരുന്നതാണ്? ആക്സിസ് പവർ ആണ് അല്ലെ. ആക്സിസ് പവർ ആണ്. ജപ്പാൻ, ജർമ്മനി, ഇറ്റലി. ജർമ്മനി, ഇറ്റലി, ഇത്രയും ഏതിൽ വരുന്നതാണ്? ആക്സിസ് പവറിൽ വരുന്നതാണ്. ഇനി സഖ്യശക്തിയിൽ ഏതൊക്കെയാണ് വരുന്നത്? അലൈഡ് പവേഴ്സിൽ വരുന്നതാണ് ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ചൈന. ഇതൊക്കെ എന്താണ്? അലൈഡ് പവേഴ്സിൽ വരുന്നതാണ്. അപ്പൊ അത് ഓർത്ത് വെക്കണം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യശക്തി അല്ലെ സഖ്യത്തിൽ വരുന്നത്. അപ്പൊ ആക്സിസ് പവറിൽ ഏതാണ് വരുന്നത്, അല്ലെങ്കിൽ അലൈഡ് പവേഴ്സിൽ ഏതാണ് വരുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കും. ഇതിന്റെ തന്നെയാണ് ഫസ്റ്റ് വേൾഡ് വാറിലും റിലേറ്റ് ചെയ്ത് നമ്മളവിടെ പഠിച്ചു പോകേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിക്കുന്നത്. കുമീന്താങ് പാർട്ടി, ബോൾഷെവിക് പാർട്ടി, ഫലാങ് പാർട്ടി, മെൻഷെവിക് പാർട്ടി. റഷ്യൻ വിപ്ലവത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ അവിടെ ഓർക്കേണ്ടത് ഏതാണ്? ബോൾഷെവിക്കും മെൻഷെവിക്കും ഒക്കെയാണ് അല്ലെ. ബോൾഷെവിക്കും മെൻഷെവിക്കും ഒക്കെ ഏതിൽ വരുന്നതാണ്? റഷ്യൻ വിപ്ലവത്തിൽ വരുന്നതാണ് അല്ലെ. റഷ്യ വിപ്ലവത്തിൽ വരുന്നതാണ്. ഇനി പെടാത്തത് ഏത് എന്ന് പറയുമ്പോൾ ഏതായിരിക്കാം അവിടെ വരുന്നത്? കുമീന്താങ് പാർട്ടി, ഫലാങ് പാർട്ടിയാണ് അല്ലെ. ഫലാങ് എന്ന് പറയുമ്പോൾ സ്പാനിഷിൽ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കുമീന്താങ് പാർട്ടി അല്ലെ. ചൈനീസ് റവല്യൂഷനുമായിട്ട് വരുന്നതാണ് അല്ലെ, ചൈന. അപ്പോൾ ചൈനീസ് റവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ചിയാങ് കൈഷക്, സണ്ണിയാറ്റ്സൻ അവിടെയൊക്കെ ഓർത്ത് വയ്ക്കണം. അവരൊക്കെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. അവിടെ കുമീന്താങ് എന്ന് പറയുമ്പോൾ സണ്ണിയാറ്റ്സൻ ആണ് അല്ലെ. സണ്ണിയാറ്റ്സനെയൊക്കെ അവിടെ ഓർത്ത് വയ്ക്കുക. ചൈനീസ് റവല്യൂഷനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ വരുന്ന ഓരോ പാർട്ടികൾ ഏതൊക്കെ, അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ ഏതൊക്കെ, അതിന്റെ ഡേറ്റുകൾ ഏതൊക്കെ, അതുപോലെ തന്നെ ബോൾഷെവിക് പാർട്ടിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, മെൻഷെവിക് പാർട്ടി എന്താണ് എന്നൊക്കെ അവിടെ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ബോൾഷെവിക്കിന്റെ ലീഡേഴ്സ് ആരൊക്കെയാണ്, മെൻഷെവിക്കിന്റെ ലീഡേഴ്സ് ആരൊക്കെ എന്ന് അവിടെ പഠിച്ചു വെക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ഏത് എന്നാണ് ചോദിക്കുന്നത്. ആര് എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? നെപ്പോളിയൻ അല്ലെ. നെപ്പോളിയൻ ബോണാപ്പാർട്ട് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലെ? ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത് അല്ലെ. ഫ്രഞ്ച് റവല്യൂഷൻ, അതായത് നമുക്കറിയാം സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്നാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ മോട്ടോ എങ്കിൽ നമുക്കറിയാം ഫ്രഞ്ച് റവല്യൂഷൻ അവിടുത്തെ രാജാക്കന്മാരുടെ ആ ഒരു അടിച്ചമർത്തൽ ഭരണം, സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ നടന്ന ഒരു റവല്യൂഷൻ ആയിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം വന്നത് നെപ്പോളിയൻ ബോണോപാർട്ടിന്റെ ഭരണമായിരുന്നു ഫ്രാൻസിൽ വന്നത്. അപ്പൊ ഇവിടെ ഈ ലൂയി 14-നും ലൂയി 15-നും ലൂയി 16-നും ഏതിൽ വരുന്നതാണ്? ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ലൂയി 15 എന്ന് പറയുമ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് ശേഷം പ്രളയം അല്ലെ. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 15 ഇനി ലൂയി 14 പറയുന്നത് ഏതായിരിക്കാം? അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വേർഡ് ഉണ്ട്, ഞാനാണ് രാഷ്ട്രം അല്ലെ. ഞാനാണ് രാഷ്ട്രം, രാഷ്ട്രവും രാജ്യവും ഞാനാണ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ലൂയി 14 പറഞ്ഞത്. ഇനി ലൂയി 16 ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന ഒരു സമയത്ത് അല്ലെ, ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന സമയത്തെ രാജാവ് എന്ന് പറയുമ്പോൾ ആരാണ്? ലൂയി 16 ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കൂടാ. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോങ് മാർച്ച്, ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, മഹത്തായ സാംസ്കാരിക വിപ്ലവം, ജപ്പാന്റെ ചൈന ആക്രമണം. അപ്പൊ ഇതിൽ ഏതായിരിക്കാം? കാലഗണന എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇയർ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി ആണ് അല്ലെ. അപ്പൊ നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് വരുന്നത് ഏതാണ്? ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം. ഇതാണ് ചൈനീസ് റിപ്പബ്ലിക്കൻ വിപ്ലവമാണ് ഫസ്റ്റ് വരുന്നത്. ദെൻ സെക്കൻഡ് വരുന്നത് ലോങ് മാർച്ച് അല്ലെ, ലോങ് മാർച്ച്. ഇനി തേർഡ് വരുന്നത് ഏതാണ്? ഫോർത്ത് ആണ് അല്ലെ, ജപ്പാന്റെ ചൈന ആക്രമണം. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ വരുന്നത് ഏതാണ്? മഹത്തായ സാംസ്കാരിക വിപ്ലവം. ഓരോന്നിന്റെയും ഇയർ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. ലോങ് മാർച്ചിന്റെ ആയാലും ചൈനീസ് വിപ്ലവത്തിന്റെ ആയാലും മഹത്തായ സാംസ്കാരിക വിപ്ലവത്തിന്റെ ആയാലും ഇയർ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. അപ്പൊ നമുക്കറിയാം ഡ്രൈവർ കം OA ബാച്ച് 60 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക്
ഒരു റാങ്ക് ബേസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് അല്ലെങ്കിൽ ഒരു എക്സാം എങ്ങനെയാണ് അല്ലെങ്കിൽ റാങ്ക് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് എങ്ങനെയൊക്കെ റാങ്ക് അച്ചീവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആ ഒരു ലിസ്റ്റിൽ എത്തിപ്പെടാം അല്ലെ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാലല്ല നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് കിട്ടുക എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എത്തിപ്പെടുന്ന രീതിയിലുള്ള പഠന രീതികളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകളുണ്ട്, ഫുള്ളി സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡിംഗ് ക്ലാസ്സുകളാണ് വരുന്നത്. അതുകൂടാതെ PDF നോട്ട്സുകൾ പ്ലസ് എക്സാംസുകൾ മോഡൽ എക്സാംസ് അവിടെ ചെയ്ത് നോക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൂടാതെ വീക്ക്ലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. സിലബസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ നമുക്കത് മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും, അതിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം എന്നതടക്കമാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം അതുകൂടാതെ നല്ലൊരു ടെക്നിക്കൽ സപ്പോർട്ട് നമുക്ക് അവിടെ ആവശ്യം ഉണ്ട്. അതുകൂടാതെ മോഡൽ എക്സാംസുകൾ വീക്കിലി നിങ്ങൾക്ക് മോഡൽ എക്സാംസ് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഡെയിലി ടോപ്പിക് റിവിഷൻസുകൾ, അതുപോലെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ എക്സാം എടുക്കാറാകുമ്പോൾ നമുക്ക് ബൂസ്റ്റർ 2 മണിക്കൂർ വെച്ചിട്ടുള്ള എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ PYQ ഡിസ്കഷൻ ഇതെല്ലാം നമുക്കവിടെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മെന്റർ സപ്പോർട്ടോട് കൂടി സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമുക്കവിടെ പഠിക്കാം. അപ്പോൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യുക 8590202323. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനം എന്നാണ് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത്? 1931 അല്ലെ. ഫസ്റ്റ് വട്ടമേശ സമ്മേളനം നടക്കുന്നത് 1930, സെക്കൻഡ് 31, തേർഡ് വൺ വരുന്നത് എന്താണ് 32. ഇനി പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു. അത് ഏത് ഇയർ ആണ് നടക്കുന്നത്? 1939 അല്ലെ. 1939 ഇനി നെക്സ്റ്റ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു എന്ന് പറയുമ്പോൾ 1922 അല്ലെ. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെച്ചു. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹം വരുന്നത് ഏതാണ്? 1928 അല്ലെ. 1928 ബർദോളി സത്യാഗ്രഹം വരുന്നത്. ഓരോന്നിന്റെ വർഷം കറക്റ്റ് ആയിട്ട് ഹിസ്റ്ററിയിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് വർഷമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. 1942 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. അപ്പൊ ഇതിൽ ഏതായിരിക്കാം ശരിയായിട്ടുള്ളത്? 2ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് അല്ലെ. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കി എന്നുള്ളത് ശരിയാണ്. ഇനി 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ക്രിപ്സ് മിഷൻ 1942 അല്ലെ. 1942, 44 അല്ല. ഇനി ബ്രിട്ടീഷുകാർ അധികാരത്തിൽ വന്നപ്പോൾ 1945 ബ്രിട്ടൻ അധികാരത്തിൽ വന്നപ്പോൾ ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഓരോന്നിന്റെയും സംഭവങ്ങൾ ഇയർ അടക്കം എന്താണ് എന്ന് പഠിച്ചു വെക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. താഴെ തന്നിരിക്കുന്നവയിൽ A വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി B വിഭാഗം ഉത്തരം കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1857 റിവോൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം ഇപ്പൊ ഹിസ്റ്ററിയിലൊക്കെ നോക്കുകയാണെങ്കിൽ 1857 റിവോൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ PSCയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടേക്കുന്നതാണ്. മിക്കവാറും ഓരോ ഏരിയാസിലും വിപ്ലവം നയിച്ച നേതാക്കന്മാരും അത് മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക. ഇതും ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാൺപൂരിലെ നാനാ സാഹിബ്, ആറയിൽ ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇനി ഡൽഹിയിലെ ബഹദൂർ ഷയാണ്, ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെ. ഇനി ബറൌട്ടിൽ ആര് എന്നാണ് ചോദിക്കുന്നത്. ആരായിരിക്കാം? ഒന്ന് കൻവർ സിംഗും ഷാമൽ അല്ലെ. ആറയില് കൻവർ സിംഗ് ആണ് അല്ലെ. കൻവർ സിംഗ്. അതുകൂടാതെ ബറൌട്ടിലെ ഷാമലാണ് അല്ലെ. ഷാമൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങളിൽ തമിഴ് സംഘ കാലഘട്ടത്തിൽ സംഘമേജ് രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതായിരിക്കാം? 1ഉം 2ഉമാണ് അല്ലെ. ചേരയും അതുകൂടാതെ മൂഷക വംശവുമാണ് ഇതിൽ പെടാത്തതായിട്ട് വരുന്നത്. ബാക്കി ആയി രാജവംശവും ചോള രാജവംശവും ഒക്കെ ഏതിൽ വരുന്നതാണ്? സംഘ കാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ പെടുന്നവയാണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. 1857 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബഹദൂർ ഷാ സെക്കൻഡ്, ഷാമാൽ, മൗലവി അഹമ്മദുള്ള, ബീഗം ഹസ്രത്ത് മഹൽ. അപ്പൊ ഇത് ഏതായിരിക്കും അവിടെ എന്ന് ആലോചിച്ച് നോക്കിയേ. ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡൽഹിയാണ് അല്ലെ. ഇനി ഷാ
മൗൽ എന്ന് പറയുമ്പോൾ എന്താണ്? ബരൗട്ട് അല്ലെ, ബരൗട്ടാണ്. ഇനി അതുകൂടാതെ മൗലവി അഹമ്മദുള്ള എന്ന് പറയുമ്പോൾ ഏതാണ്? ഫൈസാബാദ് ആണ് അല്ലെ, ഫൈസാബാദ് ആണ് മൗലവി അഹമ്മദുള്ള വരുന്നത്. ഇനി ബീഗം ഹസ്രത് മഹൽ എന്ന് പറയുമ്പോൾ ഏതാണ്? ലക്നൗ ആണ് ബീഗം ഹസ്രത് മഹൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട് ചോദിക്കുക. ഇത് സ്റ്റേറ്റ്മെന്റ് ലെവലും ചോദിക്കാം. അതായത് ഇപ്പൊ ഡൽഹിയില് കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ, അല്ലെങ്കിൽ ഷാമൽ ബൗറൌട്ടിൽ നേതൃത്വം വഹിച്ചു എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകളും ചോദിക്കാം. അപ്പൊ ഇത്രയാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസുകളെ പഠിക്കുക. അപ്പൊ ഇതിൽ മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം വീണ്ടും. താങ്ക്